നമസ്കാരം. മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ആധുനിക ചികിത്സാ രംഗത്ത് മലയാളം വൈദ്യശാസ്ത്ര ലോകത്തിന് സമ്മാനിച്ച നിരവധി പ്രമുഖരുണ്ട്. അക്കൂട്ടത്തിൽ ഡോക്ടർ വി പി പൈലി, അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ആദരവ് നൽകിയിരിക്കുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാലമായുള്ള ഈ സബരിയെക്കുറിച്ച് ചോദിച്ചറിയാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പോൾ ഒരു അംഗീകാരത്തിൻ്റെ മികവിലേക്കൊക്കെ എത്തുമ്പോഴും അങ്ങയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങയുടെ ഒരു ജീവിത സബരിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ കഴിഞ്ഞുപോയ കാലത്തെ പ്രവർത്തനങ്ങളെ വ്യക്തിപരമായി അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വ്യക്തിപരമായി വളരെ ചാരിതാർത്ഥ്യമുണ്ട്. മെഡിക്കൽ കോളേജിൽ കയറിയ അന്ന് തുടങ്ങി ഇന്ന് വരെ ഏകദേശം ഒരേ ആദർശങ്ങളോടും പ്രവർത്തന രീതികളോടും തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ സർവീസ് മിക്കവാറും, എക്സെപ്റ്റ് ഫോർ 10 years എബ്രോഡ്. അന്നും ടീച്ചിങ് സെൻറ്ററിലായിരുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതും അറിയപ്പെടുന്നതും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നമ്മളൊരു കുടുംബത്തിലേക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്നറിയും മുതൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ മാനസികാരോഗ്യവും ആ ചികിത്സ നേരിട്ട് നടത്തുന്ന ഡോക്ടറുടെ കയ്യിലാണെന്നൊരു പ്രയോഗമുണ്ട്, എല്ലായിടത്തും പറഞ്ഞ് കേൾക്കുന്നതുമാണ്. ഇത് ടെൻഷൻ ഫ്രീ ആയി കടന്നു പോകേണ്ട ഒരു കാലഘട്ടമാണ് എന്ന നിലയിൽ ആ ചികിത്സാ രംഗത്തെ അങ്ങ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളതും മുന്നിലേക്ക് വരുന്ന ആൾക്കാരെ സമീപിച്ചിട്ടുള്ളതും? ഒബ്സ്റ്റട്രിക്സ്, അതായത് മിഡ് വൈഫറി എന്ന് പൊതുവെ പറഞ്ഞാൽ അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ ഒരു പ്രധാന ഭാഗം. അതിൽ തന്നെയാണ് ഞാൻ കൂടുതൽ സമയവും ചെലവഴിച്ചിട്ടുള്ളതും. അതിൻ്റെ തന്നെ ഒരു സാധാരണ പ്രസവം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിക്കോളും, അതേപ്പറ്റി വറിയടിക്കേണ്ട എന്നുള്ളത് ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീക്ക് കിട്ടുന്നത് ബേസിക്കായിട്ട് വേണ്ടിയത് അതിൻ്റെ ഫിസിയോളജി, അതിൻ്റെ പ്രവർത്തന രീതി, അതിലെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ എന്തെല്ലാം കരുതലെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യകാലം മുതലേ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും പ്രായോഗികമായി നടത്തിക്കൊണ്ടിരുന്നതുമായ ഒരു കാര്യമാണ് അമ്മമാർ ഷുഡ് ബി ഇൻഫോംഡ്. പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്, എന്ത് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ ആൻറ്റിനേറ്റൽ ക്ലാസ് എന്ന് പറയും. ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ വഴി അങ്ങനെ ഭാവിയിലാകാൻ പോകുന്ന അമ്മമാർക്ക് അതിനുള്ള അറിവ് പകർന്നു കൊടുക്കുന്നത് ഞാനൊരു യൂണിറ്റ് ഹെഡായി അന്ന് തുടങ്ങിയ കാര്യമാണ്. അത് വളരെ പ്രയോജനമുള്ളതാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല, അത്യാവശ്യവുമാണ്. ഈ ടെൻഷൻ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുക എന്നതൊക്കെ ആ ഒരു പ്രത്യേക കാലഘട്ടനെ വല്ലാതെ ബാധിക്കുമെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. വളരെ ശരിയാണ്. പ്രത്യേകിച്ചും ആദ്യമായി അമ്മയാകാൻ പോകുന്ന ഒരാൾക്ക് അതിനു മുമ്പ് കേട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ആയിരിക്കും ആദ്യം മനസ്സിൽ വരിക. അപ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ് പറഞ്ഞു കൊടുക്കുകയും പേടിക്കാനില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഒരു അറിവ് പൊതുജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അസോസിയേഷൻ, കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയും, ആദ്യം തുടങ്ങിയെടുത്തൊരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ പ്രാക്ടിക്കലി എല്ലാ ഡെലിവറി സെൻറ്റേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് എന്നുള്ളത്. അമ്മമാർക്കും അവരുടെ പാർട്ട്നേഴ്സിനും ഡോക്ടേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, സാധാരണ കേട്ടിട്ടുള്ള സംശയങ്ങളെല്ലാം ക്രോഡീകരിച്ച് അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുക, ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അത് വളരെ പ്രയോജനമുള്ളതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ പുറത്തു വന്ന വാർത്തകളിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചിലത്, ഈ പോസ്റ്റ്മോർട്ടം ആങ്സൈറ്റിയുടെ ഭാഗമായി അമ്മമാർക്ക് കുട്ടികളോട് അടുപ്പമുണ്ടാകാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ചില കുട്ടികളെയെങ്കിലും അവർ തന്നെ ഇല്ലാതാക്കി സ്വന്തം ജീവിതം ഹോമിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ നേരത്തെ സമീപിച്ചിരുന്നെങ്കിൽ, നേരത്തെ ഇവരെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇത്? ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു മിസ് റിപ്രസെൻറ്റഡ് ഫാക്റ്റാണ്. മാതൃമരണം ഡ്യൂ ടു സൂയിസൈഡ്, അതാണ് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത്. മീഡിയ മുഴുവൻ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു കാര്യം അതാണ്, മാതൃമരണം ഡ്യൂ ടു സൂയിസൈഡ്. ഞങ്ങളാണ് ആക്ച്വലി അത് പ്രൊജക്റ്റ് ചെയ്തത്. കാരണം കേരളത്തിലെ മാതൃമരണങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ കേരള ഫെഡറേഷൻ 2004 മുതൽ ചെയ്യുന്നതാണ്. ആദ്യം തുടങ്ങിയുണ്ട് കുറേ മാതൃമരണങ്ങൾ സൂയിസൈഡ് മൂലം ഉണ്ടാകാറുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അത് വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ലിറ്ററേച്ചർ ഫോളോ ചെയ്യുന്ന എല്ലാവരും പറയും പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പൊതുവെ പറയുന്ന അമ്മയ്ക്കുണ്ടാകാവുന്ന ആ വിഭ്രാന്തിയും അതുകൊണ്ടൊക്കെയാണ് ഇതെന്ന്. വാസ്തവത്തിൽ അതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സൂയിസൈഡ് മൂലമുള്ള മാതൃമരണങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്,
ആ രീതിയിലല്ല നമ്മുടെ സൂയിസൈഡ്, മെറ്റേണിറ്റി റിലേറ്റഡ് സൂയിസൈഡ് നടന്നിട്ടുള്ളത്. ഒരു നല്ല ശതമാനവും ഏർലി പ്രഗ്നൻസിയിലാണ്. അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അതിനെ കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ പോപ്പുലറാണല്ലോ. അപ്പോൾ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ മിസ്ഡ് കോൾ വഴിയോ പരിചയപ്പെടുന്ന ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുകയും അതൊരു ഗർഭിണിയാകാനുള്ള അവസരം ഉണ്ടാകുകയും അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ സമൂഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന്. ആ ഒരു ഷോക്കിൽ നിന്ന് പലരും ഏർലി പ്രഗ്നൻസിയിലാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഫേസിൽ പ്രോബ്ലം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പീരീഡാണ്, എസ്പെഷ്യലി അണുകുടുംബങ്ങളുടെ ഈ കാലത്ത്. പക്ഷേ ഈ മാതൃമരണങ്ങൾ സൂയിസൈഡ് മൂലം ഉണ്ടാകുന്നതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടർ അതല്ല. അതൊരു തെറ്റായ ധാരണയാണ്. ആ ഒരു ആംഗിളിൽ നിന്ന് അത് കാണുകയും അതിനെതിരായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആക്ച്വലി ഉണ്ടായിട്ടുള്ള മാതൃമരണങ്ങളുടെ ഒരു മേജർ ശതമാനവും ഏർലി പ്രഗ്നൻസിയും മിഡ് പ്രഗ്നൻസിയും വരെയുള്ള സമയത്താണ്. അപ്പോഴാണ് ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്തൊരു റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ഒരു പ്രഗ്നൻസി, അതെന്തുണ്ടാകും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് തന്നെ സ്ട്രെയിൻഡ് ആകുന്നു. അങ്ങനെയുള്ളതിൽ നിന്നാണ് നമ്മുടെ മാതൃമരണങ്ങൾ കൂടുതൽ കാണുന്നത്. ഞാൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം സ്ട്രെസ്സ് അഡ്രസ്സ് ചെയ്യേണ്ട എന്നല്ല. പക്ഷേ മാതൃമരണങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മേജർ പങ്ക് അതിനല്ല എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സൂയിസൈഡിൽ എത്താതെ തന്നെ ഒത്തിരി സഫർ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പെരിപാർട്ടം എന്ന് ഞങ്ങൾ പറയും. അതായത് ഡെലിവറി അടുത്തിട്ടുള്ള സമയവും ഡെലിവറി കഴിഞ്ഞും ഉള്ള സമയവും എല്ലാം കൂടെ ചേർത്തിട്ട് പറയുന്ന ആ പീരീഡിൽ അമ്മമാരുടെ മാനസിക ആരോഗ്യവും അവരുടെ ആ സന്തോഷാവസ്ഥയും വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. ചില ജേണലുകളിലൊക്കെ വായിച്ചത് ചില രാജ്യങ്ങളിലെങ്കിലും ഈ പ്രഗ്നൻ്റ് ആയ ലേഡീസിൻ്റെ സ്ട്രെസ്സ് ഷെയർ ചെയ്യുന്ന തരത്തിലേക്കുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന പലതരം സമീപനങ്ങളുണ്ടെന്നാണ്. അത് അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമായ സ്ട്രെസ്സിനെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രഗ്നൻസി പീരീഡിനെ കൂടുതൽ റിലാക്സായിട്ട് ഓവർകം ചെയ്യാൻ അവർക്ക് കഴിയുമെന്നാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഗുണമുണ്ടോ? അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ വന്നാൽ ഗുണമുണ്ടോ? എങ്ങനെ? ആവശ്യമുള്ളതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു 20 കൊല്ലം മുമ്പുണ്ടായിരുന്നത് അതിലുള്ള ഇപ്പോഴത്തെ വ്യവസ്ഥിതി, അന്നൊക്കെ വീട്ടിൽ അമ്മമാരുണ്ട് അല്ലെങ്കിൽ അമ്മൂമ്മമാരുണ്ട് കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ. ഇപ്പോൾ അതില്ല. ഇപ്പം മിക്കവാറും ആ അണുകുടുംബങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭാര്യയും ഭർത്താവും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം. അതിൽ നേരത്തെ കുട്ടികളുണ്ടെങ്കിൽ അത് കൂടുതലൊരു സ്ട്രെസ് ഫാക്ടർ ആകുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവർക്ക് അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തന്നെയല്ല, അത് നമുക്കൊരു പ്രോബ്ലമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് മാതൃമരണങ്ങളാണ് എല്ലാവരുടെയും ഫോക്കസ്. അത് ഇതുകൊണ്ടാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. റിയാലിറ്റി ഓഫ് മെറ്റേണൽ ഡെത്ത് അതല്ല. പക്ഷേ ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. സപ്പോർട്ട് എസ്പെഷ്യലി ഫോർ ദ ലേറ്റ് പ്രഗ്നൻസി, ഡ്യൂറിങ് ലേബർ, അതിൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരമ്മ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് നോക്കുക, പാൽ കൊടുക്കാൻ നോക്കുമ്പോൾ പാൽ ആവശ്യത്തിനില്ല. ഇങ്ങനെയുള്ള ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരും. അതിന് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു 1982 ഞാനൊക്കെ ജനിക്കുന്ന ഒരു സമയത്ത് അങ്ങ് വിദേശ രാജ്യത്ത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട അധ്യാപന വൃത്തിയിലേക്ക് കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ഈ രംഗത്തെ നമ്മുടെ ചികിത്സാ രീതിയുടെ വളർച്ചയെ എങ്ങനെയാണ് ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ നോക്കിക്കാണും? വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിലെ പ്രത്യേകിച്ചും ഈ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ കമ്പയറബിൾ ടു ദ ഡെവലപ്ഡ് വേൾഡ്. പക്ഷേ ഓഫ് കോഴ്സ് പരിമിതികൾ ഒത്തിരിയുണ്ട്, പ്രത്യേകിച്ചും റിസോഴ്സ് പൂവർ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു ഗുണം നമ്മുടെ സമൂഹത്തിലുള്ളത്, ഈ പ്രസവത്തിനും അതിനുശേഷമുള്ള കരുതലിനും വേണ്ടി കണ്ടുവയ്ക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലവാക്കുക എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട്. വെസ്റ്റേൺ കൾച്ചറിൽ അങ്ങനെയല്ല. അവരുള്ളതൊക്കെ അടിച്ചു പൊളിച്ച് കളയുന്നു. പ്രസവമാകുമ്പോൾ ഗവൺമെൻറ്റിനെ ആശ്രയിക്കുക. ഇപ്പോൾ UK ആണ് എനിക്ക് നേരിട്ട് പരിചയമുള്ളൊരു. അവിടെയൊക്കെ നാഷണൽ ഹെൽത്ത് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തവരെല്ലാം. നമ്മളിവിടെ അങ്ങനെയല്ല. അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടാനില്ല. അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കുടുംബവും റിലേറ്റീവ്സും ആ സമയത്തെങ്കിലും ഒത്തുകൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഈ പൊതുരംഗത്ത് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ചികിത്സാ രീതിയെക്കുറിച്ച് ഉണ്ടാകുന്ന ചെറിയ പരാതികളെങ്കിലും വലിയ തോതിൽ വാർത്തയാകുന്നുണ്ട് അല്ലെങ്കിൽ ചർച്ചയാകുന്നുണ്ട്. അത് നമ്മുടെ ഒരു മനസ്ഥിതിയുടെ പ്രശ്നമായിട്ടാണോ ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? വളരെ നിർഭാഗ്യകരമെന്നേ എനിക്കതേപ്പറ്റി പറയാനുള്ളൂ. നമ്മുടെ ഗവൺമെൻറ് ഹെൽത്ത് സർവീസിലും പ്രൈവറ്റ് ഹെൽത്ത് സർവീസിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ രണ്ടിൻ്റെയും പരിമിതികളും പ്രയോജനങ്ങളും അറിയാവുന്ന ഒരാളെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്,
ഗവൺമെൻറ് കൊടുക്കുന്ന സർവീസസിലെ അതിൻ്റെ പ്രയോജനം ശരിക്കും പറഞ്ഞാൽ വളരെ പരിമിതികളിൽ നിന്നാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പബ്ലിക് ഹെൽത്ത് ആംഗിളിൽ നിന്നാണ് അവർ. ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട്. പബ്ലിക് ഹെൽത്ത് മെയിൻലി പോളിസി ഡിസിഷൻസ്, ഞാൻ പറയുന്ന ഫെസിലിറ്റീസ് കൂട്ടി കൊടുക്കുക, ഹെൽത്ത് ചെക്കപ്പിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കുക, ആൻറ്റിനേറ്റൽ കെയറിനുള്ള ആൾ കൊടുക്കുക, ഇതൊക്കെ കുറച്ചുകൂടെ പ്രായോഗികമാണ്. നേരെ മറിച്ച് അക്യൂട്ട് കെയർ കൊടുക്കാനാണ് ഗവൺമെൻറ്റിന് കൂടുതൽ ബുദ്ധിമുട്ട്. അതിൻ്റെ കുറവ് കാണുമ്പോഴാണ് എല്ലാം അത് മാഗ്നിഫൈ ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് മീഡിയ വഴി വരുന്നത്. നിർഭാഗ്യകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്ന് വെച്ച് ഗവൺമെൻറ് സർവീസിൽ പ്രശ്നമൊന്നുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അത് എന്തുകൊണ്ട് ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുകയും അക്നോളജ് ചെയ്യുകയും ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഗവൺമെൻറ്റിന് ആവശ്യത്തിന് പൈസ ഇല്ല, അതാണ് അതിൻ്റെ വാസ്തവം. ഗവൺമെൻറ്റിന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇവിടെ ചിലവാക്കുന്നതും അവിടെ പുറത്ത് നല്ല നമ്മുടെ ലെവൽ സ്റ്റാൻഡേർഡുള്ള ഒരു സമൂഹത്തിൽ അവിടുത്തെ ഹെൽത്തിന് വേണ്ടി ചിലവാക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലവാക്കാൻ കിട്ടുന്ന എമൗണ്ട് വളരെ കുറവാണ്. പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ടുള്ള അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഗ്രോസ് ഡൊമസ്റ്റിക് GDPയുടെ എത്ര പെർസെൻറ്റേജ് ചിലവാക്കുന്നു എന്നുള്ളതാണല്ലോ നോക്കുന്നത് എല്ലാവരും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 1.25 അല്ലെങ്കിൽ 1.5% ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നവർ 8ഉം 10ഉം അതിൽ കൂടുതലും പെർസെൻറ്റേജ് ചിലവാക്കുമ്പോൾ ഈ 1.5% നമുക്ക് വാങ്ങിക്കേണ്ട എക്യുപ്മെൻറ്റ്സും മരുന്നുകളും എല്ലാം വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടാക്കുന്നതും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നതുമാണെങ്കിൽ അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ടിൻ്റെ കുറവുണ്ട്. ഉള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് അതിൻ്റേതായ നമ്മുടെ സമൂഹത്തിലുള്ള പല പരിമിതികളുമുണ്ട്. പക്ഷേ ഗവൺമെൻറ് കൊടുക്കുന്ന സർവീസിനെ ഇകഴ്ത്തി കാണിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ചിലപ്പോഴെങ്കിലും കൗതുകകരമായ ചില നവജാത ശിശുക്കളുടെ അമ്മമാരിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. ഈ എൻ്റെ ഡോക്ടർ മകൻ ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ മകൾ ഉണ്ടാകുന്നത് വരെ എന്നോട് വലിയ കരുതലായിരുന്നു, അതിനുശേഷം എൻ്റെ മകനോടാണ് ഡോക്ടർക്ക് കരുതലുണ്ടാകുന്നത്. അങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവമുണ്ടോ, അതോ അത് ആ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കുട്ടികളോടാണ് അപ്പോൾ കൂടുതൽ കരുതൽ, അമ്മമാരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നോ നഴ്സസിൻ്റെ സൈഡിൽ നിന്നോ അങ്ങനെ ഒരു പരാതിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില കുറിപ്പുകളിലൊക്കെ വരുന്നത്, അത് ഞാൻ എഴുതാൻ കാരണം ഈ സോഷ്യൽ മീഡിയ കുറിപ്പുകളാണല്ലോ ഇപ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയ നോക്കി സ്വന്തം ഡെലിവറി നടത്തുന്ന ആൾക്കാർ വരെയുള്ള നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. എത്രമേൽ അപകടകരമായ ഒരു പ്രവണതയാണ് ഇത്തരം ചർച്ചകളും ഇത്തരം പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നത്. വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പരിണിത ഫലമാണല്ലോ നമ്മൾ കഴിഞ്ഞ 1-2 കൊല്ലത്തിനിടയിൽ കണ്ട പല വീട്ടിൽ വെച്ചുള്ള പ്രസവം നടത്തുകയും അത് മരണത്തിൽ അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു കണക്കിലും തിരുവനന്തപുരത്ത് നടന്ന സംഭവം തന്നെ എടുത്താൽ മുമ്പ് 2-3 സിസേറിയൻ കഴിഞ്ഞ ഒരാളെ വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും എത്ര അപകടം കിടഞ്ഞ ഒരു തീരുമാനമായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാം. അത് തന്നെയാണ് പല സ്ഥലത്തും നടക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ UK എല്ലാവരും വോട്ട് ചെയ്യുന്നത്, അവിടെ ഹോം ഡെലിവറി എത്ര നടക്കുന്നു, പിന്നെ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ഹോം ഡെലിവറി നടത്തിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഡോക്ടർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസ് അവിടെ വന്ന ആ പേഷ്യൻറ്റിനെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെയുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാര്യം നമുക്കറിയാമല്ലോ. അതില്ലാത്തൊരു സിറ്റുവേഷനിൽ വീട്ടിൽ വെച്ച് പ്രസവം നടത്താമെന്ന് പറയുകയും അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനമില്ലാതിരിക്കുകയും അവസാനം ആൾ കുഴഞ്ഞു വീഴുകയോ മരിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ ഹോം ഡെലിവറി എന്ന് പറയുന്നത് നടത്താൻ ഉള്ള ഒരു കഴിവ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ല. അതുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യരുത്. അത് ഹോസ്പിറ്റൽ ഡെലിവറി, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിക്കോട്ടെ, അതിന് മുമ്പും വീട്ടിൽ കഴിയുന്നത്ര നിന്നോട്ടെ. പക്ഷേ ഡെലിവറി ടൈമിൽ അൺപ്രഡിക്റ്റബിളായിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നോക്കുന്നതിനുള്ള സൗകര്യം അത്ര പെട്ടെന്ന് അസംബിൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ UK എക്സാമ്പിൾ പറയുന്നുണ്ട്. ഞാൻ പറയാം, അവിടെ ഫുള്ളി ട്രെയിൻഡ് മിഡ് വൈഫ് കൂടെ ഇല്ലാതെ ആരും അവിടെ ഹോം ഡെലിവറി നടത്തുന്നത് ഇതുപോലെ ഭർത്താവ് കൂടെ ഇരുന്ന് നടത്താം, ബുക്ക് വാട്സപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിപ്പിക്കാം എന്നൊന്നും അവിടെ ആരും സമ്മതിക്കുന്നില്ല. അവിടെ എല്ലാവരും ട്രെയിൻഡ് മിഡ് വൈഫ് ഉള്ളവരായി ഹോം ഡെലിവറി നടത്തുന്നത്. നമ്മളിവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഓരോരുത്തരും വിചാരം വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളതാണ് ഹോം ഡെലിവറി. അത് എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്നത് വളരെ അപകടം നിറഞ്ഞൊരു ചിന്താഗതിയാണ്.